നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം ഇന്ന് വടക്കുംനാഥന്റെ തട്ടകത്തിലേക്ക് ഘടകപൂരങ്ങൾ എത്തിത്തുടങ്ങി. പുലർച്ചെ 4:45 കണിമംഗലം ശാസ്താക്ഷേത്രത്തിൽ നിന്ന് ആദ്യ ഘടകപൂരം ആരംഭിച്ചു. മറ്റ് 7 ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശാസ്താ ഭഗവതിമാരും ആതിഥേയരായ തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരും വടക്കുംനാഥനെ വണങ്ങാനെത്തും. 11 മണിയോടെ തിരുവമ്പാടിയുടെ മടത്തിൽ വരവ് ആരംഭിച്ചു. 2 മണിയോടെയാണ് പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറമേളം. 250 കലാകാരന്മാർ അണിനിരക്കും. തുടർന്ന് തെക്കോട്ടിറക്കം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ആഘോഷങ്ങളില്ലാതെയാണ് പൂരം. വെടിക്കെട്ട് ഒഴിവാക്കി ചടങ്ങുകൾ മാത്രമായി പൂരം പരിമിതപ്പെടുത്തി. കുടമാറ്റ ചടങ്ങുകൾ 1 മണിക്കൂർ ഉണ്ടായിരുന്നത് 15 മിനിറ്റിൽ പൂർത്തിയാകും. പരമാവധി 15 സെറ്റ് കുടകൾ മാത്രമേ മാറുകയുള്ളൂ. സാധാരണ 1 മണിക്കൂർ ദൈർഘ്യമുള്ള കുടമാറ്റമാണ് നടത്തുക. 55 സെറ്റ് കുടകൾ ഇരു ദേവസ്വങ്ങളും ഈ സമയം കൊണ്ട് മാറുമായിരുന്നു. അതാണ് 10 സെറ്റ് കുടകളായി പരിമിതപ്പെടുത്തിയത്. പൂരത്തിന്റെ മറ്റ് ചടങ്ങുകൾ മാറ്റമില്ലാതെ തുടരും. 8 ഘടകപൂരങ്ങളും അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആനകളും മേളവുമായി വടക്കുംനാഥ സന്നിധിയിലെത്തി മടങ്ങും. തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും മേളത്തിനും മുടക്കമുണ്ടാകില്ല. മടത്തിൽ വരവ് പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും സമയമൊട്ടും കുറയ്ക്കാതെ അവതരിപ്പിക്കും. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ അകലാട് കാതിരിയ പള്ളിക്ക് സമീപം ലോറിക്ക് പിറകിൽ ബൈക്കിടിച്ച് അപകടം. വയനാട് സ്വദേശിയായ യുവാവ് മരിച്ചു. വയനാട് കേണിച്ചിറ സ്വദേശി നീറം തറപ്പേൽ കരുണാകരൻ മകൻ 28 വയസ്സുള്ള അജയാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 3:45 അപകടം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അജയ്യെ അകലാട് 3 വി കെയർ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അക്കിക്കാവിൽ ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം. 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷയിലെ യാത്രക്കാരായ പോർക്കുളം സ്വദേശികളായ ചെറുവത്തൂർ വീട്ടിൽ 67 വയസ്സുള്ള ലില്ലി, 42 വയസ്സുള്ള ലിജി, സ്കൂട്ടർ യാത്രികൻ അക്കിക്കാവ് കോഴിത്തറമൽ 67 വയസ്സുള്ള കൊച്ചുകുട്ടൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. അക്കിക്കാവ് ജംഗ്ഷനിൽ ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടം നടന്നത്. കുന്നംകുളം ഭാഗത്തു നിന്ന് പെരുമ്പിലാവിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ പെരുമ്പിലാവിൽ നിന്നും വന്നിരുന്ന ബൈക്ക് തിരിക്കുന്നതിനിടയിൽ ഇടിക്കുകയായിരുന്നു. ബൈക്കിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡിൽ മറിഞ്ഞു. പരിക്കേറ്റവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പാറേമ്പാടം സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ യൗസേപ്പിതാവിന്റെയും സംയുക്ത തിരുനാളിന് ഭക്തിനിർഭരമായ തുടക്കം. മെയ് 2, 3, 4 ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. 26-ാം തീയതി ഞായറാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ പോളറക്കൽ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. ഏപ്രിൽ 27 തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ദിവസവും വൈകിട്ട് 6 മണിക്ക് ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന എന്നിവ ഉണ്ടാകും. പ്രധാന തിരുനാൾ ദിവസമായ മെയ് 3 ഞായറാഴ്ച രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് സാവിയോ ഹോം ഡയറക്ടർ ഫാദർ സിജോ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോൺസൺ പന്തപ്പള്ളി തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5 നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണത്തിനു ശേഷം 7 മണിക്ക് ഗാനമേളയും ഉണ്ടായിരിക്കും. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 6:30 ഇടവകയിലെ പരേതരായവർക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കും. തിരുനാൾ ആഘോഷങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി വികാരി ഫാദർ പോളറക്കൽ, കൺവീനർ ഷാജു മേഞ്ചേരി, കൈക്കാരന്മാരായ ജോസി മണലിൽ, ചാർലി മണ്ടുമ്പാൽ, ബാസ്റ്റ്യൻ മണലിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തിയായി വരുന്നത്. CMA പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച പഴഞ്ഞി ജെറുസലേം റീന വർഗീസ് ദമ്പതികളുടെ മക്കളായ സ്വീറ്റി, പ്രറ്റി എന്നിവരെ അരുവായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഉപഹാരം നൽകി അനുമോദിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ കെ ജയശങ്കർ ഉപഹാരം സമ്മാനിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സുനിൽ അരുവായി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ M ഉദയശങ്കർ, MM വിൽസൺ, സുബ്രഹ്മണ്യൻ അരുവായി, ബാബു അരുവായി, MN മുരളി എന്നിവർ പങ്കെടുത്തു. CMA കോഴ്സിനൊപ്പം BCom ബിരുദവും ഒരുമിച്ച് നേടിയ മികവ് കൂടിയുണ്ട് ഈ ഇരട്ട സഹോദരങ്ങൾക്ക്. ചരമം. ചാലിശ്ശേരി മണവങ്ങാട്ട് പരേതരായ കുഞ്ചുപതിയാരുടെയും അമ്മാളുകുട്ടിയമ്മയുടെയും മകൾ ചന്ദ്രമതി നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടത്തും.
കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് നഴ്സിംഗ് സൂപ്രണ്ടായിരുന്ന ചന്ദ്രമതി അവിവാഹിതയാണ്. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.